വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, എടാ UK സിറ്റുവേഷൻ എന്താ, ഇങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പോൾ അവൻ അയച്ചു തന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങൾ. ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലടാ. അല്ല, ഇതാ കള്ളം ഗഫൂർ നമ്മളെ പിന്നെയും പിന്നെയും മലയാളി. ഇതെന്താ മലയാള മാസം? 12 ആനി അതിന്റെ തോട്ടിൽ തരാന്ന് ഇനി അങ്ങോട്ട് ഞാനില്ല. ശരിക്കും സ്ഥലത്തിൻ്റെ പേര് ഓക്കെ, ഇതാ വീഡിയോ. അപ്പോൾ ഈ ശരിക്കും സ്ഥലത്തിൻ്റെ പേര് ഈസ്റ്റാം, അതായത് ലണ്ടൻ ന്യൂഹാമിൽ വരുന്നൊരു സ്ഥലമായത് ഈസ്റ്റാം. ഞാനിവിടെ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു സ്റ്റാറ്റ്ഫോർഡിൽ. ഇപ്പം ഞങ്ങൾ മൂവ് ഔട്ട് ചെയ്ത് ഔട്ടറിലാണ്. അപ്പോൾ അവനോട് ചോദിച്ചേടാ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്തോ, അവിടെ വന്നാൽ എങ്ങനെയാണ് സ്റ്റുഡൻ്റായിട്ട് അവരൊരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് പേരായിട്ട് സ്റ്റുഡൻറ്റ് വിസ വരാനാണ് ഡിപ്പെൻഡൊക്കെ ആയിട്ട്. അപ്പോൾ ഡിപ്പെൻസൊക്കെ കിട്ടുമോ എന്നിങ്ങനെ എന്നോട് ചോദിച്ചു. വല്ല ഹോപ്പുണ്ടോ, ലൈഫ് സെറ്റിലാവാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇവിടെ ഹോപ്പെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹോപ്പല്ല, ഇവിടെ ഒരു ഹോപ്പും ഇല്ല. നമ്മൾ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കാമെങ്കിൽ നമുക്ക് സെറ്റിലാവാം. അല്ലാതെ ഇവിടെ നമ്മുടെ നാട്ടിൽ വലിയ ഇതും വെച്ചുകൊണ്ട് ഷോ ഓഫും വെച്ചുകൊണ്ടൊന്നും ഇവിടെ വന്നാൽ ഇവിടുത്തെ കാര്യം മൈൻഡ് ചെയ്തില്ല, ജോലിയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. പിന്നെ സ്റ്റുഡൻസായിട്ട് വരുന്നവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ റീൽസോ കണ്ടിട്ട് നിങ്ങൾ ചുമ്മാതെ അവരെ എൻക്വയറി ചെയ്ത് അവർക്കൊരു ക്യാൻഡിഡേറ്റ്, അവർക്ക് കോളേജിൽ നിന്നൊരു എമൗണ്ട് ഫീയും കിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എസ്പെഷ്യലി സിംഗിളായിട്ട് വരുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ ഫാമിലി കുഞ്ഞുങ്ങൾ ഒക്കെ ആയിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ജോലി പോലും ഇല്ലാതെ ഇവിടെ പലരും നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്ത് ഇവിടെ പോകുന്നത്. അല്ലാതെ ഈ ഏജൻസിക്കാർ പറയുന്നു ഇവിടെ അവരൊന്നും ജോലി മേടിച്ച് തരത്തില്ല, അങ്ങനെയൊന്നും ഒരു പരിപാടി ഇവിടെ ഇല്ല. ഓക്കെ, നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പം നേഴ്സുമാരാണെങ്കിൽ OIT പഠിച്ചോ, അല്ലെ അറ്റ്ലീസ്റ്റ് ഒരു കെയർ ഹോമിലോ വല്ലതും കയറി വന്ന് ഒരു പ്രോപ്പർ വേയിൽ വന്നാൽ നിങ്ങൾക്ക് പിന്നെയും ഇവിടെ നിന്ന് ക്ലച്ച് പിടിച്ച് പോകാം. അപ്പം സ്റ്റുഡൻസായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വിത്ത് ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ബാക്കപ്പ് കയ്യിലും കാണണം. ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഫസ്റ്റ് ഇവിടെ വന്നിട്ട് പെട്ടെന്നൊന്നും ജോലി കിട്ടത്തില്ല, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ ഒരു വൈഫ് സ്റ്റുഡൻറ്റ്, ഹസ്ബൻഡ് ഡിപ്പെൻഡൻറ്റ് വിസ കുഞ്ഞുങ്ങളും ഉള്ളവരാണെങ്കിൽ ഹസ്ബൻഡിന് വെയർ ഹൗസിൽ എവിടെയെങ്കിലും, ഇപ്പോൾ ലണ്ടൻ ആണ് വരുന്നതെങ്കിൽ ലണ്ടൻ ഔട്ടറിലേ ഉള്ളൂ വെയർ ഹൗസ്, ഗ്രേസ്, ടിൽബറി, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ബാസിൽഡൺ, ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലെ വെയർ ഹൗസ് വരുന്നുള്ളൂ. അപ്പം ഇവിടോട്ടൊക്കെ നമ്മൾ ആക്സസ് ചെയ്യാൻ വന്ന ഒരാൾക്ക് പെട്ടെന്ന് പറ്റത്തില്ല. കാരണം കാറ് ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല എക്സ്പെൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുന്നവരാണെങ്കിൽ കുറച്ചൊരു കയ്യിലൊരു ബാക്കപ്പ്, അറ്റ്ലീസ്റ്റ് 2 മാസം റെൻ്റെങ്കിലും കൊടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം വരുന്നതായിരിക്കും ഒരു ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ UK പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളിങ്ങോട്ട് വരാനുള്ള എന്തെങ്കിലും എൻക്വയറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ പേജ് കൊടുത്തേക്കാം, അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ വൈഫ് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. സോ ഞങ്ങളിവിടെ ഫാമിലിയായിട്ട് ഇപ്പോൾ 2-2.5 വർഷമായി, ഞാനും വൈഫും മോനും. അപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പേജിലോട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാനൊരു ഏജൻറ്റും മറ്റു കാര്യങ്ങളൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തൊരു വീഡിയോ. ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യാം, അത് UK ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആരുടെ ഇൻഫ്ലുവൻസിലോ അല്ലെങ്കിൽ ആരെങ്കിലും പുഷ് ചെയ്തിട്ടോ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ ചെയ്യുക. പക്ഷേ ചെയ്യുന്നത് അബദ്ധമാവാതിരിക്കുക, അത് മെയിൻലി നോക്കുക. കാരണം ഞാനിവിടെ ഒത്തിരി വേറെ സിറ്റുവേഷൻസ് കാണുന്നതാണ്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്.